ഹലോ ഗേയ്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ നല്ല പൊള്ളച്ച് വരുന്ന നല്ല ഭൂരി, എണ്ണ ഒട്ടും കുടിക്കാത്ത ഭൂരി കേട്ടോ. ഇങ്ങനെ ഭൂരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ. നല്ല രസമാണ് ഇത് ഉണ്ടാക്കിയത്, കഴിക്കാനും നല്ലതാണ്. ഗോതമ്പ് മാവ് കൊണ്ടിട്ട് ഉണ്ടാക്കിക്കണത്. അല്പം റവയും ചേർത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഞാനിവിടെ നാടൻ കോഴിൻ്റെ കറി, നാടൻ കോഴി കൊണ്ടൊരു വരട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. രാവിലെ എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ബ്രേക്ക്ഫാസ്റ്റ് നല്ല രസമാണ്. അത് നമുക്കേ അതിന് 2 കപ്പ് 3 കപ്പ് ഗോതമ്പ് മാവ് എടുക്കട്ടോ. ഇത് നമുക്കൊക്കെ ഒരു 2 ടീസ്പൂൺ റവ അങ്ങനെ ചേർത്ത് നോക്കി. റവ ചേർത്ത് നോക്കി, നല്ലൊരു ക്രിസ്പി ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ തീരെ കുടിക്കില്ല കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഭൂരി ഉണ്ടാക്കി നോക്കി, ഭയങ്കര ടേസ്റ്റാണ്. അത് നമുക്കേ ഒരു 3 കപ്പ് ഗോതമ്പ് മാവ് എടുക്കട്ടോ. ഞാനിപ്പോൾ ആട്ടേനെ എടുത്തിട്ട്, നിങ്ങൾ വേറെ വീട്ടിലില്ല പൊടിച്ച ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ അത് എടുത്തോളി, കുഴപ്പമൊന്നുമില്ല. നമുക്കേ ഒരു 2 ടീസ്പൂണ് റവ ചേർത്ത് കൊടുക്കട്ടോ. റവയൊക്കെ എത്ര ചേർത്താൽ മതി, അധികം ചേർക്കരുത്. ഇനി നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടേ നമുക്കേ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം തിളപ്പിക്കുക. തിളച്ച വെള്ളം കൊണ്ടാട്ടോ കുഴച്ചെടുക്കണത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓയിലൊക്കെ ഒഴിച്ചൊന്നിങ്ങനെ ഇളക്കിയിട്ടേ, ഉപ്പിട്ട് ഇളക്കിയിട്ടേ നമുക്ക് തിളച്ച വെള്ളം ലേസ്റ്റ് ഒഴിച്ച് പാകത്തിന് അയവിൽ ചപ്പാത്തിൻ്റെയൊക്കെ അതേപോലെ അതിലേറെ കുറച്ചും കൂടി ലൂസായിക്കോട്ടെ കേട്ടോ. അങ്ങനെ കുഴച്ചെടുക്കട്ടോ. അധികം കുഴച്ച് ഇതാക്കൊന്നും വേണ്ട, ഒരു പാകത്തിനൊക്കെ കുഴച്ച് വെച്ചാൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നോക്കി. നല്ല മയം ഉണ്ടാവും, എണ്ണയൊന്നും തീരെ കുടിക്കില്ല. ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട്. നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. നിങ്ങൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ നല്ല ഭൂരിയകരം. അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ. ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. നമ്മളൊരു സ്പൂൺ കൊണ്ടേ, തിളച്ച വെള്ളം കൊണ്ട് കൈ കൊള്ളൂല, അപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കിങ്ങാണ്ട് പാകത്തിന് ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. അധികം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, പാകത്തിന് കുഴച്ചാൽ മതി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിക്ക് നിങ്ങൾ വെള്ളസ്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം, നിങ്ങൾക്ക് കുറുമ ഉണ്ടാക്കാം, എല്ലാം വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പതിക്കൊരു നാടൻ കോഴി ഉണ്ടായിരുന്നു ഇവിടെ, അതായിട്ട് നല്ലൊരു കറി, അടിപൊളി കറി ഉണ്ടാക്കിട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് ഓയിലൊക്കെ കൈമാക്കിയിട്ടൊന്നും ഇടേ കുഴച്ചിട്ട് മേലെ ഒന്ന് ഓയിൽ തടവിയിട്ട്, ഈ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾ നെയ്യ് തടവിക്കോളി, അപ്പോൾ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. നമുക്ക് കുഴച്ചിട്ടേ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടേ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചേരം അടച്ചു വെക്കാം നമുക്ക്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടേ ഒരു പത്തിരി മിഷി എടുത്തിട്ടേ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ലേശം ഓയിൽ പരത്തിയിട്ട് അമർത്തി കൊടുക്കുക. അങ്ങനെ കട്ടില്ലാതെ അമർത്തൊന്നും വേണ്ട, ചെറിയൊരു കട്ടി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായിക്കണം നോക്കുക. തിളച്ച എണ്ണയ്ക്കാണ് ഇട്ട് തീയൊന്ന് ഫ്ലെയിമിന് കുറക്കുക. ഇടുമ്പോൾ നല്ല ചൂട് വേണം. ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിമിന് കുറച്ചാൽ അല്ലേ വീർത്ത് വരുന്നതല്ലേ. എണ്ണയൊന്നും തീരെ കുടിക്കില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇടുകയെന്ന് വിചാരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കട്ടെ. കുഴച്ച് വെച്ചില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാക്കാരം. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൊണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും നിങ്ങൾ ഈ റവയൊന്ന് ചേർത്തിട്ടേ തുള്ളി ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. നമ്മൾ പൊരിച്ച എണ്ണയൊക്കെ നമ്മൾ ചട്ടി തന്നെ ഉണ്ടാവും. ഒന്ന് കറുത്തിട്ടും കൂടി ഇല്ല എണ്ണ, നല്ല വെള്ള കളറിൽ നിൽക്കണല്ലേ. നല്ലോണം വീർത്തും വരും കേട്ടോ, അല്ലേ പൊള്ളച്ചും വരുമല്ലേ. ഒന്ന് മറിച്ചിട്ടാൽ മതി. അധികം മൂക്കായിരിക്കണമെങ്കിൽ വേഗം എടുക്കുക. ഇനി ഒന്ന് ചോക്കണമെങ്കിൽ ചോപ്പിച്ചു കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്ത് കറിൻ്റെ കൂടി നിങ്ങൾക്ക് കഴിക്കട്ടോ. ഇനി വെറുതെ കഴിക്കാനും ചായയിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഗേസ്, ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ ഗേസ് നമ്മുടെ പൂരിക്കൊക്കെ ഞാനല്ലേ നാടൻ കോഴി കൊണ്ട് ഒരു വരട്ടുണ്ടാക്കി ഒരു കറി ഉണ്ടാക്കിട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ നാടൻ കോഴി കൊണ്ട് ഒരു വരട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ കർക്കിടക മാസത്തിലൊക്കെ നല്ല നാടൻ കോഴി കഴിക്കണം. അങ്ങനെ നല്ലൊരു ഗേസ് നമ്മുടെ ഭൂരിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നാടൻ കോഴി കൊണ്ട് ഒരു വരട്ടുണ്ടാക്കി ഒരു കറി ഉണ്ടാക്കി ഭൂരി നല്ല അടിപൊളി ചായയുടെ കൂടെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, നന്ദി, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. താങ്ക് യു ഫോർ വാച്ച്.